ഇന്ന് വിവിധയിടങ്ങളിൽ കാലാവസ്ഥാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. റെഡ് അലേർട്ട് ഉള്ളത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ്. ഓറഞ്ച് അലേർട്ട് ഉള്ളത് മലപ്പുറം, വയനാട് ആണ്. യെല്ലോ അലേർട്ട് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇനി ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇല്ലാത്ത ഇടങ്ങളാണ് എന്ന് കരുതി ജാഗ്രത ഇല്ലാതിരിക്കരുത്. ആലപ്പുഴയിലും കൊല്ലത്തും തിരുവനന്തപുരത്തുമാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇന്ന് നൽകിയിട്ടില്ലാത്തത്. ഗ്രീൻ അലേർട്ട് ആണ്, അത് അറിയാം. പ്രത്യേകിച്ച് ജാഗ്രതയൊന്നും നൽകിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും റെഡ് അലേർട്ടും ഉള്ള ഇടങ്ങളിൽ ഉള്ളവർ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. അത്യാവശ്യമെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക. മലയോര മേഖലയിലുള്ളവർ പ്രത്യേകിച്ചും രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ നാളെ മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുകയൊക്കെയാണ് എങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ നിയന്ത്രണങ്ങളുണ്ട് എങ്കിൽ പോകാതിരിക്കുക. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. റെഡ് അലേർട്ടുള്ള കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കാലവർഷത്തോടൊപ്പം കെടുതികളും ആവർത്തിക്കുകയാണ്. ജലാശയങ്ങൾക്ക് സമീപം താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം. ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും വെട്ടിമാറ്റുന്നതും അപകടങ്ങൾ ഒഴിവാക്കും. വിവിധ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ ജി നാഥ്, സാരംഗ്, അഞ്ജന, CK വിജയൻ തുടങ്ങിയവർ വിവരങ്ങളുമായുണ്ട്. ആദ്യം രാഹുൽ ജി നാഥിലേക്ക്. രാഹുൽ, ഗുഡ് മോർണിംഗ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശക്തമായ മഴയുണ്ട്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ജാഗ്രതാ നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നാലും മഴ എങ്ങനെയാണ്? മൂർത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും കൊടയെടുക്കാതെ, വലിയ ജാഗ്രത എടുക്കാതെ ഇറങ്ങാൻ ആത്മവിശ്വാസം നൽകുന്ന അലർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഗ്രീൻ അലർട്ടാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത്. അതിന് സമാനമായ കാലാവസ്ഥയാണ് രാവിലെയുള്ളത്. തെളിഞ്ഞ ആകാശമാണ്, മഴ മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്പം ജാഗ്രത കുറഞ്ഞാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നുമെങ്കിൽ പോലും വരും മണിക്കൂറുകളിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അലർട്ടുകളിൽ ഗ്രീൻ അലർട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി രണ്ടിടങ്ങളിലാണ് ഇത്തരത്തിൽ മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ ഉണ്ടായത്. നമ്മളെപ്പോഴും കാണുന്ന അപകടമാണ്, എപ്പോഴും ഉണ്ടാകുന്നതാണ്. കാരണം മഴയ്ക്കൊപ്പം എത്തുന്ന കാറ്റ് ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഒന്ന് നന്ദാവനത്താണ്. നന്ദാവനത്ത് ഈ ബുക്ക് സ്റ്റോളിനടുത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് മുകളിലൂടെയാണ് മരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞു വീണത്. വാഹനങ്ങൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനൊപ്പം തന്നെ മൂന്നാമൂട് ആയിരവള്ളി ക്ഷേത്രത്തിന് സമീപത്തും ഈ മരം വീണ് അപകടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ, ഈ മരം കടപുഴകി വീണുള്ള അപകടങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. എപ്പോഴും തിരുവനന്തപുരത്ത് അത്തരം അപകടങ്ങളാണ് ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ ദിവസമാണ് പട്ടം ഗേൾസ് സ്കൂളിൻ്റെ മതിലിടിഞ്ഞ് വീണെന്ന് മഴയെ തുടർന്ന്. അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ പെയ്തിട്ടും എവിടെയും വെള്ളക്കെട്ടില്ല എന്നതൊരു ആശ്വാസമാണെന്ന് തോന്നുന്നു. അങ്ങനെ വെള്ളക്കെട്ട് ഉള്ള പ്രദേശങ്ങൾ ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ രാഹുൽ? നിലവിൽ എന്തായാലും വെള്ളക്കെട്ടുണ്ടാകാനുള്ള തരത്തിലുള്ള മഴ പെയ്തിട്ടില്ല. കാരണം ശക്തമായ മഴ പെയ്താൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകും. മഴ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ അത് അങ്ങനെ മാറിപ്പോകും എന്ന കാഴ്ചയാണ് നമ്മൾ എല്ലാ വർഷവും കാണാറുള്ളത്. നിലവിൽ എന്തായാലും അത്തരമൊരു ശക്തമായ മഴ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്വാസമായി നിൽക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ അലർട്ട് ആയതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ എന്തായാലും വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൽപ്പിക്കുന്നില്ല. ഒപ്പം ഈ മത്സ്യബന്ധനത്തിലുള്ള വിലക്ക് നിലവിൽ എന്തായാലും ഉണ്ട്. അത് മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ കാറ്റിൻ്റെ വേഗത കൂടുന്നത് തന്നെയാണ് വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോഴെന്തായാലും നിലവിൽ ഈ പറഞ്ഞതുപോലെ കൊടയില്ലാതെ ഇറങ്ങാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് തിരുവനന്തപുരത്തുള്ളത്. എങ്കിലും വരും മണിക്കൂറുകളിൽ മഴയുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്.